നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചെങ്കോട്ട തകർത്ത് ബി.ജെ.പിയുടെ പടയോട്ടം. മാറാത്തത് മാറുമെന്ന മുദ്രാവാക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി.ജെ.പി എൽ.ഡി.എഫിനെ പിന്നിലാക്കി നിലവിൽ 50 വാർഡുകളിലും മുന്നേറി. എൽ.ഡി.എഫിന് 28 സീറ്റും യു.ഡി.എഫിന് 19 സീറ്റുമാണ് മുന്നേറിയത്. 50 സീറ്റിൽ മുന്നേറി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെ ബി.ജെ.പി മേയർ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. കേവല ഭൂരിപക്ഷത്തിലേക്ക് ഏതാനും സീറ്റുകൾ കൂടിയാണ് ബി.ജെ.പിക്ക് വേണ്ടത്. 51 സീറ്റുകൾ ലഭിച്ചാൽ ബി.ജെ.പിക്ക് ഭരണം ഉറപ്പിക്കാം. ഇനി കുറച്ച് വാർഡുകളിലെ ഫലം മാത്രമാണ് വരാനുള്ളത്. എന്തായാലും കോർപ്പറേഷനിലെ വിജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെ ബി.ജെ.പി ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബി.ജെ.പി സ്ഥാനാർത്ഥികളായ വി രാജേഷ്, ആർ ശ്രീലേഖ അടക്കമുള്ള പ്രമുഖരും വിജയിച്ചിരുന്നു. നഗരത്തിൽ ബി.ജെ.പി പതാകകളുമായി പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് ആഘോഷിച്ചു. മേയർ ആരാകണം എന്നതിലേക്ക് ബി.ജെ.പി ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ഏറെ വെല്ലുവിളികൾക്കിടയിലാണ് ബി.ജെ.പി ഈ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൗൺസിലറായിരുന്ന അനിൽകുമാറിന്റേതടക്കം 2 ആത്മഹത്യകൾ, സഹകരണ തട്ടിപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ബി.ജെ.പി പ്രതിസ്ഥാനത്തും. എന്നാൽ അതൊന്നും തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയായിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ ഒരു ബി.ജെ.പി മേയർ സ്വീകരിക്കണം എന്നത് എക്കാലത്തെയും വലിയ സ്വപ്നമായിരുന്നു. അതിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മാറാത്തതും മാറും എന്നായിരുന്നു ബി.ജെ.പിയുടെ പ്രചരണം. പ്രധാനമന്ത്രി തന്നെ എത്തി വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന ബി.ജെ.പി വാഗ്ദാനം ജനം സ്വീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിക്ക് ഗുണം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ലഭിച്ചത് വലിയ മുന്നേറ്റമാണെന്നും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. യു.ഡി.എഫിനുണ്ടായ വിജയം വെറും താൽക്കാലികം മാത്രമാണെന്നും സർക്കാരിന്റെ ഭരണപരാജയം ഇതോടെ വ്യക്തമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബി.ജെ.പിക്ക് കിട്ടിയത് വലിയ മുന്നേറ്റമാണ്. ബി.ജെ.പി മുന്നോട്ട് വെച്ച വികസിത കേരളം ജനങ്ങൾ സ്വീകരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം അത് തെളിയിക്കുന്നതാണെന്നും കേരളത്തിൽ 20% വോട്ട് നേടിയാണ് ബി.ജെ.പി മുന്നേറിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ ഭരണപരാജയം തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ വ്യക്തമായി. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള അഴിമതിയിലൂടെ ഫലമാണ് ഇത്. കോൺഗ്രസിന് ലഭിച്ച വിജയം വെറും താൽക്കാലികം മാത്രമാണെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് വരാൻ പോകുന്നത് എന്ന് ജനം തീരുമാനിക്കുമെന്നും മാറാത്തതും ഇനി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.